ഖത്തറിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കെയർ എങ്ങനെയാണെന്നുള്ള വീഡിയോയുടെ പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 1 കണ്ടവർ അക്കൗണ്ട് കയറി നോക്കിയാൽ മതി. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ പ്രഗ്നന്റ് ലേഡീസിനും കൂടെയും ഈ വീഡിയോ പെട്ടെന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അതുപോലെ ഫോളോ ആക്കാനും മറക്കല്ലേ. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ഡേ എങ്ങനെയാണെന്നാണ്. നെക്സ്റ്റ് ഡേ ആണ് ബേബിയുടെ ബ്ലഡ് ടെസ്റ്റ്, ഫസ്റ്റ് വാക്സിനേഷൻ, ഇയറിംഗ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് 2 days അഡ്മിഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ഫീവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ടെമ്പറേച്ചർ കുറയുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലായിട്ട് ചെറിയൊരു റിമോട്ട് ഉണ്ട്. ഈ ബെല്ല് പ്രസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു മിഡ് വൈഫ് വന്നിട്ട് നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ എക്സ്പീരിയൻസ്. പിന്നീട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അവർ വന്നിട്ട് പെയിൻ കില്ലർ വേണോന്ന് ചോദിക്കും. നമുക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പെയിൻ ഉണ്ടെങ്കിൽ അവർ പെയിൻ കില്ലർ കൊണ്ടുതരും. പിന്നീട് ബേബിയെ ഫീഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരൊരു മടിയും കൂടാതെ നമ്മൾ ചോദിക്കുന്ന ഡൗട്ടിനുള്ള ആൻസേഴ്സ് ഒക്കെ തന്ന്. എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മലയാളി നേഴ്സ് ആയിരുന്നു കൂടുതലും വന്നത്. ആഫിയ ബേബി ഭയങ്കരമായിട്ട് കരയുന്ന ടൈമിൽ ഞാൻ ഇവരെ വിളിക്കുമായിരുന്നു. ആ ഒരു ടൈമിൽ ഇവർ വന്ന് ബേബി എടുത്തുകൊണ്ട് പോയി ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് ടവലൊക്കെ യൂസ് ചെയ്ത് പൊതിഞ്ഞ് തിരിച്ചു കൊണ്ട് തരുമായിരുന്നു. പിന്നെ രാത്രി ടൈമിലാണെങ്കിലും വന്ന് നോക്കും ബേബി കിടക്കുന്ന ക്ലിയർ ആയിട്ടാണോ എന്നൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 days കിടന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ. ദെൻ ഡിസ്ചാർജിന് ശേഷം നമ്മുടെ റൂമിൽ വന്നുള്ള കൺസൾട്ടേഷൻ ഉണ്ട്. അതിനുശേഷം ടെലിഫോൺ കൺസൾട്ടേഷൻ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ട് ഫോളോ ആക്കി ഇടണേ. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.